എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ കിലോമീറ്ററിൽ പക്ക കമ്പനി സർവീസോടുകൂടി കിഡിലൻ സൂപ്പർ ക്ലാസ് ക്വാളിറ്റി ഉള്ളൊരു ഇന്നോവ ക്രിസ്റ്റ ഇസഡ് മാനുവലാണ്. വണ്ടി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ബമ്പർ ടു ബമ്പർ ഒറിജിനൽ പെയിന്റ്, ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. ബമ്പർ വരെ ഒറിജിനൽ പെയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് ഞാൻ പറയാം. ഇത് 2018 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, വെറും 37,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന 2.4 Z മാനുവൽ വാഹനമാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ മുഴുവൻ ഭാഗങ്ങളും ഒന്ന് കാണാം. വാ. നമ്മളിപ്പോൾ ഒരു സന്ധ്യയോടടുത്ത സമയത്താണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് നമുക്ക് സമയത്തിൻ്റെതായ ഒരു ലൈറ്റ് പോകുന്ന ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പലപ്പോഴും വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളോട് പറയുന്നത്, നമ്മൾ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി നോക്കുന്നത് എങ്ങനെയാണ്, റീപെയിൻ്റ് ഉണ്ടോ എന്ന് അറിയുന്നുണ്ടോ, അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ വണ്ടിയുടെ പെയിൻറ്റ് ചെക്ക് ചെയ്യുന്ന വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയാണ്. എല്ലാം ഒരേ വോളിയത്തിൽ തന്നെയാണ് കിടക്കുന്നത്. റീപെയിൻറ്റോ കാര്യങ്ങളോ എങ്ങും ഒരിടത്ത് പോലും കയറിയിട്ടില്ല. ഇത് 2018 വണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ബമ്പർ പോലും ഇതിന്റെ റീപെയിന്റ് വന്നിട്ടില്ല. എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒന്ന് ചെക്ക് ചെയ്താണ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. എല്ലാ ഭാഗത്തും ഒരേ വോളിയം തന്നെയാണ് കിടക്കുന്നത്. റീപെയിന്റോ കാര്യങ്ങളോ എങ്ങും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡിൽ എല്ലായിടവും നോക്കി പോവുകയാണ്. ഞാനിത് വണ്ടി ഓൾറെഡി ചെക്ക് ചെയ്താണ്, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനത്തെ ഇത്രയും ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ കിട്ടുക വളരെ കുറവാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ നമ്മളെ എത്രയും വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ വണ്ടി അധികം നേരം കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഹൈ ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് ഇത്. ഡിക്കിയിലും ഒന്നും ഒരിടത്ത് പോലും ഒരു റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. എല്ലായിടത്തും ഒരേ വോളിയത്തിൽ തന്നെയാണ് പെയിന്റിന്റെ തിക്നെസ് ഉള്ളത്. റീപെയിന്റ് ഒരിടത്ത് പോലും വന്നിട്ടില്ല. ഇച്ചിരി സ്പീഡിൽ പോവാണ്. കാരണം നമുക്ക് ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഞാൻ ഓൾറെഡി ഇത് മൊത്തം ചെക്ക് ചെയ്തതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് കവർ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വശങ്ങളൊന്ന് പരിശോധിക്കാം. ഇവിടുത്തെ ബോഡി ലൈനും കാര്യങ്ങളും ഒക്കെ നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഈ ഡോറുകളിലാണെങ്കിലും ഈ സൈഡിലെ എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഡോർ പാഡിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എത്രയും വൃത്തിക്കാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളതെന്ന്. ഞാൻ 1 രൂപ മുടക്കാനായിട്ടില്ല ഈ വാഹനത്തെ. സത്യം പറഞ്ഞാൽ ഇത് എടുക്കുക, കൊണ്ടുപോയി ഉപയോഗിക്കുക, ആ ഒരു കണ്ടീഷനിലാണ് ഇതിരിക്കുന്നത്. ഞാൻ ഇച്ചിരി സ്പീഡിൽ എല്ലാ ഭാഗവും നോക്കി നിങ്ങളോട് പറഞ്ഞു പോവുകയാണ്. ഇവിടുത്തെയും പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഡോർ പാഡും കാര്യവും എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ പഞ്ചിങ് ഒക്കെ എല്ലാവർക്കും കാണാം. മേളുവശത്തെയും പഞ്ചിങ് എല്ലാം ഓക്കെയാണ്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെയും ബോഡി ലൈനും കാര്യങ്ങളും ഒക്കെ നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഒരിടത്തും വന്നിട്ടില്ല. എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനൽ കമ്പനി 2018 തന്നെയാണ്. ഡിക്കിയിലേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ ടൈൽ ലൈറ്റിൽ സ്ക്രാച്ചോ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ ഗ്ലാസ് ഒറിജിനൽ തന്നെയാണ്. ബമ്പർ പോലും റീപെയിൻ്റ് അല്ല എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിതിൻ്റെ ഡിക്കി തുറന്ന് കാണാം. ഇവിടുത്തെയും പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും പേസ്റ്റിങ്ങും പഞ്ചിങ്ങും എല്ലാം ഓക്കെയാണ്. ഈ താഴ്വശം തുറന്ന് നോക്കിയാൽ ഇവിടെ റസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പഞ്ചിങ് മാർക്കുകളെല്ലാം കറക്റ്റാണ്. ഈ ഭാഗത്തും സെയിം അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വശത്തിലേക്ക് പോകാം. അപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം
ഈ ഒരു ഭാഗത്തെ ബോഡി ലൈനും കാര്യമൊക്കെ അതുപോലെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ഈ വാഹനം സത്യം പറയാൻ കണ്ടിട്ട് കൊതി വരുന്നത്. ഇത് കൊണ്ടുപോകുക അതുപോലെ അങ്ങ് ഉപയോഗിക്കുക. നമ്മൾ ഒരു കാര്യം ഒന്ന് എന്താ പറയുന്നു, പോളിഷ് ചെയ്യാനോ ടച്ച് ചെയ്യാനോ ഒന്നുമില്ല. അത്രയും ക്ലീൻ പീസ് വണ്ടിയാണ്. ഇതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്തതാണ്. എന്നാലും നിങ്ങളെ ഒന്ന് കാണിക്കാൻ എന്താ ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഈ മേളുവശത്തൊക്കെ വരുമ്പോൾ ഇവിടുത്തെ പഞ്ചിങ് എല്ലാം ഓക്കെയാണ്. ഡോർപാടുകളെല്ലാം അത്യാവശ്യം നല്ല വൃത്തിക്ക്, അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇൻറ്റീരിയറിൻ്റെ വീഡിയോ ഞാൻ വേറെ കാണിക്കാം. ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഡോറിൻ്റെയും പേസ്റ്റിങ്ങും കാര്യവും എല്ലാം ഓക്കെയാണ്. നല്ല തണുപ്പുണ്ട്, സന്ധ്യ ആകുന്നതിൻ്റെ ഒരു ഇരുട്ടുമുണ്ട്. അതുകൊണ്ടാണ് എല്ലാം പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. സ്വിച്ചുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂം ഒന്നും തുറന്ന് എൻജിൻ റൂമിൻ്റെ ഒരു വൃത്തിയും കാര്യങ്ങളും വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് കേൾക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂം ഒന്നും തുറന്ന് ബോണറ്റും എൻജിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനകത്തേക്ക് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ബോണറ്റ് കാണുമ്പോഴത്തേന് അറിയാതെ ഒറിജിനൽ കമ്പനി ബോണറ്റാണ്. ഇതിൽ വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ അപ്രോണിൻ്റെ ഭാഗത്തൊക്കെ നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഭാഗത്ത് ഇതിൻ്റെ എൻജിൻ നമ്പറും ചേസസ് നമ്പറും ഉള്ള ബാഡ്ജിങ് കാണാം. ഈ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇവിടുത്തെ മാർക്കിങ് പോലും പോയിട്ടില്ല. പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം കാണാം. ഈ ഭാഗത്തും സെയിം അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്രോണിൻ്റെ ഭാഗത്തൊന്നും യാതൊരുവിധ പണിയും ചെയ്തിട്ടില്ല. ഈ അകവശത്തോട്ടൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അത്രയും ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ലൈറ്റുകളിലൊന്നും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നും പൊട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്നിട്ട് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒന്ന് കേൾക്കാം. ഇപ്പോൾ ഈ വണ്ടിയുടെ ഇത്രയും അടുത്താണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാം ഇതിൻ്റെ സൗണ്ട് എത്രത്തോളം സൈലൻ്റ് ആണെന്നുള്ളത്. ആകെ 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. വണ്ടി നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഈ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടനെ തന്നെ വിളിക്കുക. കാരണം ഒരു ഗ്യാരണ്ടി ഇല്ല ഇത് എത്ര സമയം കിടക്കും എന്നുള്ള കാര്യത്തിൽ. ഇത് എത്രയും പെട്ടെന്ന് പോകാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ കാണാം. അതും ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പെട്ടെന്ന് എടുത്ത് കാണിക്കാം. ക്ലീൻ ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ഒരു വണ്ടി. ഒരുപാട് നാൾ കൂടി കിട്ടിയതാണ്. അത് Z മാനുവലിൽ 2018 വണ്ടി. ഓക്കെ, നമുക്കിതിൻ്റെ അകമൊന്ന് കാണാം. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വെച്ച പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ഒന്നും ഒരു വണ്ടിയിലും പറയുന്നില്ല. പക്ഷേ ഈ വണ്ടിയുടേത് കാണാൻ അത്രയും മനോഹരമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് തന്നെ. ഒരു ശകലം പൊടി പോലും ഇതിലൊന്നും ഇല്ല. അതായത് നിങ്ങളുടെ കിലോമീറ്റർ കാണാം 37,031. അതിൻ്റെ സ്റ്റിയറിംഗ് മോൾഡിലെ സ്വിച്ചുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് എത്രയും ക്ലീനായിട്ട് സൂക്ഷിച്ചിട്ടുള്ളത്. നോർമലി മിക്കവാറും വണ്ടികളിൽ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഒരു പൊട്ടൽ കാണും AC-യുടെ വെന്റിൽ. ഇതിൻ്റെ അതില്ല. പിന്നെ ഈ സ്റ്റിയറിങ്ങിൽ ഒരു ക്രാക്ക് കാര്യങ്ങളൊക്കെ മിക്കവാറും വണ്ടികളിലുണ്ട്. ഇവിടെ എങ്ങും ഒരു ക്രാക്ക് ഒന്നുമില്ല. അതുപോലെ മനോഹരമാണ്, നിങ്ങൾക്ക് കാണാം. സീറ്റുകളെല്ലാം ഫുള്ള് ബ്ലാക്ക് ലെതർ സീറ്റുകളാണ് വരുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ പുറകു വശത്തെ സീറ്റുകളും കൂടെ ഒന്ന് കാണാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇച്ചിരി വെളിച്ചക്കുറവുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാം ബാക്കിലൊക്കെ അത്രയും വൃത്തിക്ക്. ഇതിൻ്റെ പുറകിലങ്ങ് ഒരു മനുഷ്യൻ കയറി ഇരുന്നതായിട്ട് പോലും തോന്നുന്നില്ല. അത്രയ്ക്ക് വൃത്തിയിലാണ് കിടക്കുന്നത്. ഇൻറ്റീരിയറൊക്കെ കാണുമ്പോൾ അറിയാം. ഇതിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചവിട്ടി കയറിയതിൻ്റെ ഒരു പൊടി അല്ലാതെ ഒന്നും ഇതിനകത്തില്ല. സീറ്റുകളിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഒരു വീട്ടിൽ എത്രയും മനോഹരമായിട്ടാണ് ഈ വണ്ടി സൂക്ഷിച്ചിട്ടുള്ളത്. ഈ പുറകിലത്തെ സീറ്റുകൾ നിങ്ങൾക്ക് കാണാം നല്ല ബ്ലാക്ക് ഫിനിഷിലാണ് ഇരിക്കുന്നത്. റൂഫിലേക്ക് വരുമ്പോൾ റൂഫും നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ കാണാം. ഫ്രണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. പുറകിൽ നിന്ന് ഞാൻ എടുക്കുമ്പോൾ കണ്ടോ ഫ്രണ്ടിലത്തെ വൃത്തി നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സ്റ്റെപ്പിനെയും ടയറും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഏകദേശം ഒരു 80-90% ഉള്ളൊരു സ്റ്റെപ്പിനെയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിലത്തെ ടയറുകളിലേക്ക് പോയാൽ ഈ 4 ടയർ ഓൾമോസ്റ്റ് ഒരു 60%-70% ഉള്ളൂ. അപ്പോൾ 4 ടയറും ആ ഒരു ഒരേ കണ്ടീഷനിലാണുള്ളത്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഫിനിഷ് ചെയ്യാം.
നമ്മുടെ പല വീഡിയോകളിലും ആൾക്കാർ നമ്മളോട് ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട്, ഇതിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ലോൺ കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ കുറച്ച് പേയ്മെൻറ്റ് കൊടുത്തിട്ട് വണ്ടി നാട്ടിലെത്തിക്കഴിഞ്ഞ് ബാക്കി പേയ്മെൻറ്റ് ചെയ്താൽ മതിയോ? അങ്ങനെയല്ല, നമ്മൾ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ഫുള്ള് പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ലോണോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, ഫുൾ പേയ്മെൻറ്റിൽ തന്നെയാണ് വണ്ടി എടുക്കേണ്ടത്. പിന്നെ അത് നിങ്ങൾ നാട്ടിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യുന്നിടം വരെ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു തരും. നമുക്ക് പലപ്പോഴും പല ആളുകളും നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയാറുണ്ട്, ഞങ്ങൾ അവിടുന്ന് ഒരു വണ്ടി എടുത്തിരുന്നു, നമുക്ക് അതിൻ്റെ ഒരു പേപ്പർ, ഇന്നും തന്നെ ഒരാൾ വിളിച്ചു ഒരു പേപ്പർ മിസ്സിങ് ആണെന്ന് പറഞ്ഞ്. നമ്മളുടെ കാര്യത്തിൽ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും വരികയില്ല. അപ്പോൾ ആ പുള്ളി പറഞ്ഞത് അവർ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നേരിട്ട് വന്ന് എടുക്കുന്നില്ലാത്തവർ അതുപോലെ വിശ്വാസമുള്ള ആളുകളെ നല്ല വീഡിയോകളൊക്കെ കണ്ട് അവരായിട്ട് സംസാരിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുക. കാരണം എല്ലാ നാട്ടിലും എല്ലാ കാര്യങ്ങളിലും ശരിയും തെറ്റും നന്മയും തിന്മയും ഉള്ള പോലെ എല്ലാ ഫീൽഡിലും ഉള്ള പോലെ ഇതിനകത്തും ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത്. 18 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, 37,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന 2.4 Z മാനുവൽ, ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ്, മാനുവൽ വണ്ടിയാണ്. അപ്പോൾ ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്നും പറഞ്ഞൊരു റേറ്റ് ഒന്നുമില്ല. നമുക്ക് ഒരൊറ്റ ഫിക്സ് റേറ്റാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, 15,25,000 രൂപ. ആ റേറ്റിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കാരണം ഈ വണ്ടി എത്ര നേരം അവൈലബിൾ ആകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം അത്രയും ക്ലീൻ പീസ് ഒരു വാഹനമാണ്. ഒരുപാട് നാൾ കൂടിയാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വാഹനം നമ്മുടെ കയ്യിൽ. നമ്മൾ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ഇന്നോവ ക്രിസ്റ്റ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ വണ്ടി. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ കോട്ടയം കാർസ് ഡൽഹി എന്നുള്ള നമ്മുടെ ചാനൽ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മളോട് അറിയിക്കുക. അപ്പോൾ കൂട്ടുകാരിലേക്ക് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. നമ്മളെല്ലാ ടൈപ്പിലുള്ള വാഹനങ്ങളും ചെയ്യുന്നുണ്ട്. ആ വാഹനം എടുത്ത് നിങ്ങളുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നമ്മൾ തന്നെ ചെയ്തു തരുന്നതാണ്. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാറില്ല. കാരണം അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാം നമ്മളുടെ ഈ ഒരൊറ്റ ഫോണിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റേതായ ഒരു ഇതാണ്. ഞാൻ എന്നെങ്കിൽ തിരിച്ചു വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് മറുപടിയും കാര്യങ്ങളും തരുന്നതാണ്. നിങ്ങൾ വാഹനത്തിന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഉറപ്പായും നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനം ഏതാണ്, അതിൻ്റെ വേരിയൻറ്റ് ഏതാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക കളർ പ്രിഫറൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളോട് പറയുക. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വണ്ടി നോക്കിയെടുത്ത് തരികയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നവരൊക്കെ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ പേര് കോട്ടയം കാർസ് ഡൽഹി എന്നാണ്. അപ്പം നമ്മൾ വലുതായിട്ട് കോട്ടയം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വിളിക്കുന്നവരെല്ലാം കോട്ടയം കാർസ് അല്ലേ എന്ന് ചോദിക്കുമ്പം പലരും വിചാരിച്ചിരിക്കുന്നത് നാട്ടിലാണെന്നുള്ളൊരു രീതിയിലാണ്. അപ്പം എല്ലാവരും പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരും എന്നെ വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു അറിവിനായിട്ട് പറയുവാണ്, നമ്മൾ ഫുൾ ടൈം ഡൽഹിയിലാണുള്ളത്. ഞാൻ പരിചയപ്പെടുത്തുന്ന വാഹനങ്ങളും എല്ലാം തന്നെ ഡൽഹിയിലാണുള്ളത്. അപ്പോൾ കോട്ടയത്ത് എവിടെയാണ് വണ്ടി ഉള്ളതെന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളുടെ എല്ലാ വാഹനങ്ങളും ഇവിടെയാണുള്ളത്. നിങ്ങൾക്ക് വാഹനം ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് തരുന്നത്. ഞാൻ ഫുൾ ടൈം ഇവിടെയാണ് ഇരിക്കുന്നത്. ഞാൻ പാർട്ട് ടൈം ആയിട്ടോ ഒന്നും അല്ല ഈ വർക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ പ്രൊഫഷനാണ്. ഞാൻ ഫുൾ ടൈം ഈ വർക്കിലാണ്. 24 മണിക്കൂർ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ഞാൻ ഉണ്ടാകുക. അപ്പം ഏത് വാഹനം എടുക്കാനാണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. 2025 എന്ന പുതിയൊരു വർഷത്തിലേക്ക് നമ്മളെല്ലാവരും 2 ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് എല്ലാവരും 2025 കാണുന്നത്. ഞാനും വളരെ നല്ല പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത, കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ച, എന്നെ പ്രോത്സാഹിപ്പിച്ച, എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ പുതുവത്സരം നേരുകയാണ്. അതുപോലെ ഈ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ആ വാഹനങ്ങൾ വാങ്ങി എല്ലാവർക്കും, അതുകൂടാതെ നമ്മളെ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന, ഇനി വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും എൻ്റെയും നമ്മുടെ കോട്ടയം കാർസിൻ്റെയും പേരിലുള്ള പുതുവത്സര ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ അടുത്തത് എന്ന് ആഗ്രഹിക്കുന്നു. എനിക്കും നല്ല ഒരു വർഷമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, അനുഗ്രഹവും സപ്പോർട്ടും നമ്മളുടെ കൂടെ ഉണ്ടാകണം. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് അടുത്ത വർഷം കാണാം.